ആലപ്പുഴയിൽ കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് ബാങ്കിലെ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ന്യൂസ് 18 മാധ്യമ സംഘത്തിന് നേരെ ആക്രമണം. കോൺഗ്രസ് നേതാവും DCC അംഗവുമായ ബിജു ഇരിക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റം. ആക്രമണത്തിൽ ഡ്രൈവർ ശ്രീകാന്തിന് പരിക്കേറ്റു. ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജിന് നേരെ കൊലവിളി മുഴക്കിയാണ് ബാങ്ക് ജീവനക്കാർ അക്രമം അഴിച്ചുവിട്ടത്. ചേട്ടാ ശ്രീകാന്ത് ഭായി വണ്ടി മാറ്റി ചേട്ടാ വണ്ടി മാറ്റിക്കേ ചേട്ടാ വണ്ടി മാറ്റേ ചേട്ടൻ അവിടെ ഒന്ന് തിരക്കായിരുന്നു. ഈ ആളിനെ പരാതിക്കാരനെ ജീവനക്കാർ കൂട്ടമായി ആക്രമിച്ചു. വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയത്? ആരാണ് പരാതിക്കാരൻ? എന്താണ് പരാതിയുടെ ഉള്ളടക്കം? അഭിലാഷ, ഇവിടെ കുറച്ച് മണിക്കൂറുകളായി സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കായംകുളം കണ്ടല്ലൂർ സഹകരണ ബാങ്കിന്റെ മുന്നിലാണ് ഉള്ളത്. കണ്ടല്ലൂർ സഹകരണ ബാങ്ക് ഫാമേഴ്സ് സഹകരണ ബാങ്ക് നമ്പർ 1410 അതിന് മുന്നിലാണുള്ളത്. ഈ ബാങ്കിനെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടാണ് നമ്മുടെ കൈവശമുള്ളത്. കേരള സ്റ്റേറ്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. 40 കോടി രൂപയോളം അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഈ റിപ്പോർട്ട് പ്രകാരം പല കണക്കുകളും അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയി ചൂണ്ടിക്കാണിക്കുന്നത് ബാങ്കിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ കയ്യിൽ നിന്നും മതിയായ രേഖകൾ, അതായത് ഒരു ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കണമെങ്കിൽ ആധാരത്തിന്റെ പകർപ്പ് നൽകി ഇവിടുന്ന് ബാങ്ക് ലോൺ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സ്റ്റേറ്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഇത് സംബന്ധിച്ച് നമുക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചു. അതിനുശേഷം ഈ പരാതിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ കണ്ടിരുന്നു. തുടർന്നാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നതിനായി നമ്മുടെ മാധ്യമ ധാർമ്മികതയുടെ ഭാഗമായി തന്നെ നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തി ആദ്യം നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരി നമ്മൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നില്ല. ഈ റോഡിൽ നിന്നും, അതായത് പൊതുനിരത്തിൽ നിന്നുകൊണ്ട് ആ ദൃശ്യങ്ങൾ, ബാങ്കിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ ബാങ്കിനുള്ളിലെത്തി ബാങ്കിലെ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് ബാങ്കിന്റെ ചുമതലയുള്ള സഹകരണ സംഘത്തിന്റെ ബാങ്കിന്റെ പ്രസിഡന്റായ ബിജു, അദ്ദേഹം കോൺഗ്രസ് നേതാവും DCC അംഗവുമാണ്. അദ്ദേഹത്തിന്റെ കൂടെ വിശദീകരണം തേടാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഇവിടെ എത്തി ദൃശ്യങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ബാങ്കിൽ നിന്നും ജീവനക്കാരും ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്ന ബിജു എന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് കടന്നു വരികയും തുടർന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നോട് പറഞ്ഞത് ഇവിടുന്ന് കൈയും കാലും വെച്ച് നടന്നു പോകില്ല എന്നുള്ളതാണ്. ഒരു പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന വലിയ സംഘം നമ്മളെ തടഞ്ഞു വെക്കുകയായിരുന്നു. അതിൽ ഏറ്റവും ദുഃഖകരമായി തോന്നിയത് ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഈ കാറിനകത്ത്, നമ്മുടെ വാഹനത്തിനകത്ത് ഈ ആക്രമിക്കുന്ന ഒരു ശൈലി കണ്ടപ്പോൾ നമ്മൾ വാഹനത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു. വാഹനത്തിനകത്ത് കയറി അദ്ദേഹത്തെ ഈ ബിജുവിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രീ ബിജു പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. ആ ദൃശ്യങ്ങളടക്കം കാണിച്ചിട്ട് പോലും അവരത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല.
മാത്രമല്ല ആളുകൾ പറയുന്നത് ബാങ്കിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അവർ പറയുന്ന സത്യമാണെന്ന് നമുക്ക് ബോധ്യമാവും. കാരണം ആ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു രീതിയാണുള്ളത്. വനിതാ ജീവനക്കാരടക്കം വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ രക്ഷകർത്താക്കളുടെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇവിടെ നിന്ന് നമ്മളോട് അത്രയും മോശമായി സംസാരിച്ചത്. എന്നിട്ട് നമ്മളിവിടെ പിടിച്ചു. കാരണം നമ്മളിവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് പരിക്കൊണ്ട് ഏറ്റവും സങ്കടകരം നമ്മുടെ ഒപ്പം എത്തിയ നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവർ ശ്രീകാന്തിനെ അവരുടെ ഈ ബാങ്കിലെ തന്നെ ജീവനക്കാർ ശ്രീകാന്തിനെ തള്ളി താഴിടുകയായിരുന്നു. കാരണം ആ വാഹനത്തിനുള്ളിലുള്ള ആളെ ആക്രമിക്കുന്നത് കണ്ട് തടഞ്ഞ ശ്രീകാന്തിനെ തള്ളി താഴിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശ്രീകാന്തിന്റെ കൈക്ക് നീരുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ രീതിയിലുള്ള സംഘർഷമാണ് ഇവിടെ നിന്ന് ഉണ്ടായത്. ശ്രീകാന്തിനെ തള്ളി താഴെയിട്ടു എന്ന് മാത്രമല്ല ആ രീതിയിൽ, അതായത് ഈ വാർത്ത പുറത്തു വന്നാൽ നമ്മളെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലുള്ള കൊലവിളി തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് നിൽക്കെ തന്നെ ചില ആളുകൾ ഇവിടെ വന്ന് ആ രീതിയിൽ സംഘടിക്കുകയും ആ രീതിയിൽ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ കേരളത്തിൽ. പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നീതിപൂർവമായ കാര്യങ്ങൾ നടപ്പാകും എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കായംകുളം ഈ ബാങ്കിന് മുന്നിൽ ഇപ്പോഴും ആ ഭീഷണി പുലർത്തുന്ന രീതിയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇനിയിപ്പോൾ നമുക്കറിയാം അഭിലാഷ്, നമ്മുടെ ഒരു വാർത്താ രീതി അനുസരിച്ച് നമ്മൾ രണ്ടു കൂട്ടരുടെയും പരാതിക്കാരാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരായ ആളുകളുടെയും ഒക്കെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. അവരുടെയൊക്കെ വേർഷൻ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ആ റിപ്പോർട്ട് നൽകുന്നത്. നമ്മൾ ടെലികാസ്റ്റ് പോലും ചെയ്യാത്ത ഒരു വാർത്ത ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ന്യൂസ് 18 മാധ്യമ സംഘമാണ്, നമ്മൾ അകത്തേക്ക് വന്ന് നിങ്ങളുടെ വിശദീകരണം തേടുമെന്ന് പറയുന്നത് അതൊന്നും അല്ല. അവർക്ക് നമ്മളെ അസഭ്യം പറയണമായിരുന്നു, നമ്മളെ ഭീഷണിപ്പെടുത്തണമായിരുന്നു. നമ്മുടെ വാഹനത്തിനകത്തുള്ള ആളെ നമ്മുടെ മുമ്പിൽ വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ രീതിയിൽ ഇവരുടെ ഉന്തും തള്ളിലും നമുക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോഴും ഇവിടെ ആ ഒരു അന്തരീക്ഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ കണ്ടല്ലൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പുറത്തേക്ക് പ്രേക്ഷകരോട് പറയാനുമുണ്ട്. കാരണം ഇതിനകത്ത് അത്തരത്തിൽ ഗുരുതരമായ, പ്രത്യേകിച്ച് ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടാണ്, സഹകരണ വകുപ്പിൽ നിന്നും സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓഡിറ്റിംഗ് നടത്തി നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ തന്നെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ബാങ്കിന് പറയാനുള്ളത് എന്ത് എന്നത് കൂടിയാണ് നമ്മൾ തേടേണ്ടിയിരുന്നത്. അതിനുള്ള ശ്രമവും നടത്തി. പക്ഷേ അവർ അത് പറയാൻ ഒരുക്കമല്ല എന്ന് മാത്രവുമല്ല, ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ കള്ളം മറച്ചു വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ആ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് അത്തരം ക്രമക്കേട് സംബന്ധിച്ചുള്ള ഭീതി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് അഭിലാഷ്, അവർ വിചാരിച്ചത് നമ്മളെ കൈകാര്യം ചെയ്ത് പറഞ്ഞു വിടാനാകും എന്നുള്ളത് തന്നെയാണ് അവർ വിചാരിച്ചത്. പ്രത്യേകിച്ച് ആദ്യം നമ്മുടെ ക്യാമറ പിടിച്ച് തള്ളി ക്യാമറമാൻ പ്രശാന്തിനെ ആണ് അവർ ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചത്. പ്രശാന്ത് ഒഴിഞ്ഞു മാറിയ സമയത്താണ് എന്റെ വാഹനത്തിനടുത്തേക്ക് വന്നത്. തുടർന്ന് ആണ് എന്നെ ഉൾപ്പെടെ പുരുഷന്മാർ നമ്മളോട് ആക്രോശിച്ചപ്പോൾ നമ്മൾ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ അവർ വനിതാ ജീവനക്കാരെ ഇറക്കി. വനിതാ ജീവനക്കാരും വളരെ മോശമായി നമ്മളെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ രീതിയിൽ പ്രതികരിച്ചിട്ടും അത് ഇത്രയധികം സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലീസ് ഒരാളെ പോലും പിടിച്ചു മാറ്റാനോ പ്രത്യക്ഷത്തിൽ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഒരാളെ പോലും ഇതിനകത്ത് നിന്ന് കിട്ടുകയോ ഒന്നും ചെയ്തില്ല. അവർ നമ്മളോട് പറഞ്ഞത് വളരെ വിചിത്രമായൊരു മറുപടിയാണ്. നിങ്ങൾ നടന്നു പൊയ്ക്കോളൂ, ഞങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞൊരു കാര്യങ്ങൾ. ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുമ്പോഴും ഓരോ സൈഡിൽ നിന്നും പ്രകോപനമുണ്ട്. എന്നിട്ടും അതിനകത്തൊന്നും കൃത്യമായ ഒരു ഇടപെടലോ കാര്യങ്ങളിലേക്കോ നീങ്ങാൻ കഴിയുന്നില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുമായി സധൈര്യം മുന്നോട്ട് പോകും. അഭിലാഷ്, തീർച്ചയായും വാർത്താ സംഘത്തിന് നേരെ എന്നതിനപ്പുറത്ത് ഏതൊരു പൗരന് നേരെയും ഇത്തരത്തിൽ നടുറോഡിൽ വെച്ച് മർദ്ദനം ഉണ്ടാവുക, വാഹനത്തിനകത്ത് നിന്ന് പുറത്ത് ചാടിച്ച് മർദ്ദിക്കുക, ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ പരാതിയുണ്ടെങ്കിൽ അത് പോലീസ് പറയുന്ന ഇതേ ഭാഷയിൽ പോലീസാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു അധികാര പരിധിയും ഈ ബാങ്ക് ജീവനക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നുമില്ല. അത് നോക്കുകുത്തിയായി മാറുന്ന പോലീസ് സംവിധാനവും തികച്ചും അപമാനകരം തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്. അമൽ ജ്യോതി വിദ്യാർത്ഥി സമരത്തിൽ സർക്കാർ ഇടപെടൽ. നാളെ മന്ത്രിമാർ നേരിട്ടെത്തി മാനേജ്മെന്റുമായും വിദ്യാർത്ഥികളുമായും ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, സഹകരണ മന്ത്രി വി എൻ വാസവൻ എന്നിവരാണ് ചർച്ചയ്ക്ക് എത്തുക.
ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വലിയ തോതിൽ വാർത്തകളിലടക്കം ഈ പ്രതിഷേധം ഇടം പിടിച്ച സാഹചര്യമുണ്ടാകുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ മോശമായ ഇടപെടലുണ്ടാകുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലടക്കം നമുക്ക് വിദ്യാർത്ഥികളെ എത്തരത്തിലാണ് നേരിടുന്നത് എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഈ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ? അഭിലാഷ, ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോകാം. ഇടപെടൽ നേരത്തെ തന്നെ തുടർന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഘർഷ സമാനമായ സ്ഥിതിയാണുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ കോളേജ് ഗേറ്റ് പൂട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കോളേജിന്റെ ഗേറ്റ് വിട്ടുകൊണ്ട് അധ്യാപകരെ അടക്കം പുറത്തേക്ക് വിടില്ല. അതിന് അവർ ആവശ്യപ്പെടുന്ന കാര്യം ഈ ഹോസ്റ്റൽ തുറന്നു കൊടുക്കണം, വനിതകളുടെ അടക്കം ഹോസ്റ്റൽ തുറന്നു കൊടുക്കണം. ഫലത്തിൽ ഈ ഹോസ്റ്റൽ അടച്ചിരുന്നത് ഈ സമരം തകർക്കുന്ന ഒരു നിലയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ തുറന്നു കൊടുക്കണം, രാവിലെ മുതൽ ഞങ്ങളും ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതിന് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ഫലത്തിൽ ഗർഭിണികളായിട്ടുള്ള അധ്യാപികമാരടക്കം ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പക്ഷേ ഗർഭിണികളായിട്ടുള്ളവരെ പുറത്തുവിടാം എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് മറ്റുള്ളവരെ കൂടി വിടണം, കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുള്ള സ്ത്രീകളുണ്ട്, അവരെയും വീട്ടിൽ വിടാൻ തയ്യാറാകണം എന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ തർക്കം തുടരുന്നു. അധ്യാപകർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പ്രത്യേകിച്ച് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. എന്തായാലും തർക്കങ്ങൾ വലിയ രീതിയിൽ തുടരുന്നു. ഇന്നലെ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച അല്പസമയം പരാജയപ്പെട്ടിരുന്നു. എന്തായാലും അധ്യാപികമാർ ഇതിനുള്ളിൽ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അമൽജ്യോതി കോളേജിലെ ഏതാണ്ട് വലിയൊരു വിഭാഗം അധ്യാപകരും അല്ലാതെ ഒരാൾ സാറേ ഇവിടെ ഓക്കെ സാറേ പ്രശ്നം വഷളാക്കുന്നേ അല്ല. സാർ ഇതേപോലെ ഗേൾസ് ഇവിടെ നിൽപ്പുണ്ടല്ലോ, അവർ ഹോസ്റ്റലിലേക്ക് പോകണ്ടേ? അവരെവിടെ ഇവിടെ കിടക്കാം, അതോ റോഡിൽ കിടക്കാൻ പറ്റുമോ? സാർ അത് പറഞ്ഞല്ലോ. സാർ ഹോസ്റ്റൽ ക്ലോസ് ആണ് 9 മണി തൊട്ട്. സാർ അവരെങ്ങനെ പോകുന്നേ? ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ അവരെങ്ങനെ വീട്ടിൽ പോകുന്നേ? സാർ ജെൻസ് അപ്പൊ ലേഡീസിന് എന്ത് സാർ ഒരു കാര്യം, ലേഡീസ് ഹോസ്റ്റൽ തുറക്ക്, ബോയ്സിനെ തുറക്കണ്ട, ലേഡീസിന് തുറക്ക്, ലേഡീസിന് ഫുഡ് കൊടുക്കുക. സാർ ഉച്ചയോട്ട് ക്യാൻറ്റീനിലും എങ്ങും ഫുഡില്ല, ഞങ്ങളൊന്നും കഴിക്കാതെ തന്നെ ഇവിടെ നിൽക്കുന്നത്. സാർ അവരുടെ കാര്യം പറയുന്നത് സാർ അതിന്റെ അല്ല, നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത്, ഒരാൾക്ക് വേണ്ടിയല്ല. സാർ അങ്ങനെ പറയുന്നുണ്ട്. സാർ പറഞ്ഞല്ലോ മാനേജ്മെന്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. സാറിനൊന്ന് ഫോൺ വിളിക്കാന്ന് തീരാ പ്രശ്നമല്ലേ ഉള്ളൂ. സാർ നമുക്ക് സംസാരിക്കണ്ട. സാർ പ്രഗ്നന്റ് ലേഡി നമ്മൾ വിടാന്ന് പറഞ്ഞു, നമുക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. സാർ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കാൻ പെമ്പിള്ളേർ ഇവിടെ ഉണ്ട്, അവർക്കും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം, അതേ ഉള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളെ വിടാതിരിക്കണമെന്ന് ഒന്നുമില്ല. നമ്മൾ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അവിടെയുള്ള ഹോസ്റ്റലേഴ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം ഫുഡും അത് പൈസ മേടിക്കുന്നുണ്ടല്ലോ, വെറുതെ അല്ലല്ലോ. പൈസ അത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മതി. അങ്ങനെയാണ് ഇത് ഗേറ്റ് ഇപ്പൊ തുറക്കും. ഞങ്ങള് ഗേറ്റ് ഇപ്പൊ തുറക്കുന്നതാണ്. ഇല്ല തുറക്കില്ല. ഹോസ്റ്റൽ തുറക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ചേട്ടാ നമുക്കിപ്പോ ഈ പെമ്പിള്ളേരെടുത്ത് ഈ റോഡിൽ കൊണ്ട് കിടത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യം നമ്മളെ വിശ്വസിക്കുന്ന കുറെ പെമ്പിള്ളേരാണ്. ഇവിടെ കൊണ്ട് നമുക്ക് അവരാരും ഇവിടെ കൊണ്ടുവന്ന് കിടത്താനൊന്നും പറ്റത്തില്ല. അവർക്ക് ഒന്നും വേണ്ട. നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ ഹോസ്റ്റലിൽ കയറ്റി അവർക്ക് ഫുഡ് കൊടുക്കുക, അത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അഭിലാഷ, തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് മാനേജ്മെന്റും വഴങ്ങുന്നില്ല, ഹോസ്റ്റൽ തുറന്നു കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഹോസ്റ്റൽ തുറന്നു കൊടുക്കില്ല എങ്കിൽ ഇവിടെ നിന്ന് ഈ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല എന്ന് വിദ്യാർത്ഥികളും പറയുന്നു. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ തുടരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടാകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ്, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ചില വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. പോലീസ് പറയുന്നത് പക്ഷേ ലാത്തി ചാർജ് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കയ്യിൽ ലാത്തി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചീഫ് വിപ്പ് എൻ ജയരാജനെ പുറത്തേക്ക് വിടാൻ വേണ്ടി ഇവരെ തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും നിലവിലെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച്
നാളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഒപ്പം തന്നെ മന്ത്രി വി എൻ വാസവനും കോളേജിൽ എത്തുന്നുണ്ട്. രാവിലെ 10 മണിക്ക് വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി ചർച്ചയ്ക്കും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇതിനൊന്നും വഴങ്ങാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. അതായത് ചർച്ചയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഫലത്തിൽ പക്ഷേ നാളെ വരെയെങ്കിലും ഹോസ്റ്റൽ തുറന്നു കൊടുക്കാൻ പോലും ഈ അധ്യാപകർ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്ന പ്രശ്നമാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. തൊട്ടിപ്പുറത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് വനിതാ അധ്യാപകർ അടക്കം ഉള്ളവരുണ്ട്, ഗർഭിണികളായവരുണ്ട്. ഗർഭിണികളായവരെ പുറത്തേക്ക് വിടാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും പുറത്തേക്ക് വിടണമെന്ന നിലപാടാണ് ഇപ്പോൾ ഈ അധ്യാപകർ മറ്റുള്ളവർ സ്വീകരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ സമരം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അമർജ്യോതിയിലെ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ക്യാമ്പസിന്റെ ഗേറ്റ് പൂട്ടി അധ്യാപകർ, അനധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. ഒഡീഷയിലെ ബാലേശ്വറിൽ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി റിലയൻസ് ഫൗണ്ടേഷൻ. രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ റിലയൻസ് ഫൗണ്ടേഷൻ മുന്നിലുണ്ട്. ഫൗണ്ടേഷന്റെ ഓൺസെറ്റ് ടീമുകൾ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സഹായിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കായി കമ്മ്യൂണിറ്റി കിച്ചൺ പ്രദേശത്ത് സ്ഥാപിച്ചു. ബാലേശ്വറിലെ ബഹനാഗ ഗ്രാമത്തിലെ അപകട സ്ഥലത്ത് കുപ്പിവെള്ളം, അടിയന്തര മരുന്നുകൾ എന്നിവയും റിലയൻസ് ഫൗണ്ടേഷൻ എത്തിച്ചു നൽകുന്നുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5550 രൂപ, പവന് 44,400. വെള്ളി ഗ്രാമിന് 78, കിലോ 78,000. പ്ലാറ്റിനം ഗ്രാമിന് 3615 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.